എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വേദ തരുണിൻ്റെ അമ്മ സേതുലക്ഷ്മിയുടെയും കൂടെ നാട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ വേദയ്ക്ക് അവിടെ സുരക്ഷിതമായി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തരുണിൻ്റെ അമ്മ വേദയും കൂട്ടി നാട്ടിലോട്ട് വരുന്നത്. ശ്രീകാന്ത് അയച്ച ഗുണ്ടകളും ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം വേദയ്ക്കും തരുണിൻ്റെ അമ്മയ്ക്കും മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ തരുണിൻ്റെ ഭാര്യ രാധികയും പ്രസവത്തോടെ തൻ്റെ മകൻ്റെ കുഞ്ഞ് മരിച്ചുപോയ വിവരം സേതുലക്ഷ്മിക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ തരുണിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് രാധിക മരിച്ചുപോയെന്നും കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുമാണ് തരുണിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. വേദയാണ് അങ്ങനെ ഒരു കള്ളം പറയാൻ സേതുലക്ഷ്മി അമ്മയെ നിർബന്ധിക്കുന്നത്. കാരണം തൻ്റെ കുഞ്ഞിനെ ശ്രീകാന്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേദ കാണുന്ന ഒരു ഉപായമായിരുന്നു അത്. ആ സമയം സേതുലക്ഷ്മി പറയുന്നുണ്ട്, മോളെ, നമ്മൾ ഇങ്ങനൊരു കള്ളം തരുണിനോട് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ സത്യം അവൻ അറിഞ്ഞു കഴിയുമ്പോൾ അവന് സഹിക്കാൻ പറ്റത്തില്ല. അമ്മേ, അതെനിക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല. അമ്മ, ഞാനീ പറയുന്ന സഹായം എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. വേദയുടെ അവസ്ഥ കാണുന്ന സേതുലക്ഷ്മി അമ്മയ്ക്ക് ആ ഒരു കള്ളം തരുണിനോട് പറയാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ തന്നെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് കുഞ്ഞ് തരുണിൻ്റെ ആണെന്ന് പറഞ്ഞ് തരുണിനെ വിശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ തരുൺ ആ കുഞ്ഞുമായിട്ട് ഒരുപാടങ്ങ് അടുക്കുന്നുണ്ട്. അങ്ങനെ വേദയും തരുണിൻ്റെ കുഞ്ഞും സേതുലക്ഷ്മിയും എല്ലാവരും നാട്ടിൽ സന്തോഷമായിട്ടിരിക്കുകയാണ്. ആ സമയം തന്നെയാണ് തരുൺ നാട്ടിൽ പുതിയ DCP ആയിട്ട് ചാർജ് എടുക്കുന്നത്. അതിനുശേഷം വേദയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തരുണിനോട് സേതുലക്ഷ്മി പറയുന്നുണ്ട്. അതിനുശേഷം വേദയും തരുണും ചേർന്ന് തീരുമാനിക്കുകയാണ് ഈ ചതിയുടെ എല്ലാം കൂട്ടുനിന്ന് ശ്രീകാന്തിനെ ജയിലടയ്ക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും തരുൺ ശ്രമിക്കുകയാണ്. കാരണം തരുൺ വിശ്വസിച്ചിരിക്കുന്നത് വേദയുടെ കൂടെയുള്ള കുഞ്ഞ് തൻ്റെ കുഞ്ഞാണെന്നാണ്. വേദയുടെ കുഞ്ഞാണെന്നുള്ള കാര്യം തരുണിന് അറിയില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിനെ അത്രയും നല്ല രീതിയിൽ നോക്കുന്ന വേദയുടെ ആവശ്യം തരുൺ നടത്തി കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ ഭർത്താവ് ജയിലാവാൻ കാരണം തൻ്റെ സഹോദരൻ ശ്രീകാന്താണെന്നും സ്വത്തിനും പണത്തിനും വേണ്ടിയാണ് അയാൾ ഇങ്ങനൊരു പൈശാചിക കൃത്യം ചെയ്തതെന്നുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന തെളിവ് സഹിതം വേദ തരുണിനെ ഏൽപ്പിക്കുകയാണ്. അനിയൻകുട്ടൻ ഓർമ്മ തിരിച്ചു കിട്ടുന്ന സമയത്ത് അനിയൻകുട്ടനോട് വിക്രവും വേദയും സംസാരിച്ച കുറച്ച് ഓഡിയോ ക്ലിപ്പിങ്സും എല്ലാം തരുണിനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം വേദയും തരുണും ചേർന്ന് നമ്മുടെ വിക്രത്തെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗവും തേടുകയാണ്. അങ്ങനെ വേദയ്ക്ക് സഹായിയായി തരുൺ കൂടെ നിൽക്കുകയാണ്. പുതിയ DCP ആയിട്ട് നമ്മുടെ തരുൺ പുതിയ ചാർജ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വിക്രത്തിന് ജയിലിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ആ സമയത്തെല്ലാം വിക്രത്തിനെ ജയിലിൽ നിന്ന് സഹായിക്കുന്നത് ജയിലറായ ആൻഡ്രോസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ വേദ തരുണിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് വേദ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. വിക്രത്തെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ശ്രീകാന്തിന് ഒരു കോൾ വരുന്നത്. അത് മറ്റാരുടെ ആയിരുന്നില്ല, വേദയുടെ ആയിരുന്നു. അങ്ങനെ വേദയുടെ ഫോൺ കോൾ വരുന്ന സമയത്ത് ശ്രീകാന്ത് ഫോൺ അറ്റൻഡ് ചെയ്യാണ്. ഹലോ, ഞാൻ വേദയാണെന്ന് പറയുന്നു. വേദയോ? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എന്നെ വിളിക്കാൻ? എന്നെ പേടിച്ച് നീ ഡൽഹി ഇപ്പോൾ ഒളിച്ചിരുന്നില്ലേ? ഞാൻ നിന്നെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലായപ്പം നീ കീഴടങ്ങാൻ വേണ്ടി തിരിച്ച് വിളിച്ചതാണില്ലേ? ആ സമയത്ത് വേദ പറയും, കീഴടങ്ങാനോ? എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാനോ ഒളിച്ചിരിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ തൽക്കാലത്തേക്ക് അവിടുന്ന് മാറിയുന്നത്. നിങ്ങൾ എന്ത് കരുതി? നിങ്ങളെ പേടിച്ച് ഞാൻ എന്നേക്കുമായി ഒളിച്ചിരിക്കുമെന്നോ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ ശങ്കരൻ കോടതിയിൽ വെച്ച് ശ്രീകാന്തിനോട് പറഞ്ഞ കാര്യം, അവൾ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിനക്കെതിരെ എന്തോ ഒരു വലിയ അസ്ത്രവുമായിട്ടാണ് അവൾ തിരിച്ചു വരുന്നതെന്നുള്ള കാര്യം ശങ്കരൻ പറഞ്ഞത് ശ്രീകാന്തിന് ആ സമയത്ത് ഓർമ്മ വരികയാണ്. ആ സമയത്ത് ശ്രീകാന്ത് പറയും, നിനക്ക് എന്ത് വേണം? നീ എന്തിനാ ഇപ്പോൾ എന്നെ വിളിച്ചെന്ന് നോക്കും? എനിക്ക് നിങ്ങളെ നേരിട്ടൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയും. എന്നോട് എന്ത് സംസാരിക്കാൻ? നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുള്ളിടത്തോട്ട് ഞാൻ വരാമെന്ന് പറയും. നീ എവിടെ ഉള്ളത്? ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് വേദയെ കാണാൻ പോവുകയാണ്. ആ സമയം തന്നെ നമ്മുടെ ദർശനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വേദ എന്നെ വിളിച്ചിരുന്നു. വേദയോ? അതെ, അവൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ടെന്ന് പറയും. എന്താ ശ്രീയേട്ടാ, അവളിപ്പം ശ്രീയേട്ടനെ കാണണമെന്ന് പറയുന്നത്? അറിയത്തില്ല, എങ്കിൽ ഞാനും കൂടി വരാമെന്ന് പറയും. അങ്ങനെ ദർശനും ശ്രീകാന്തും കൂടി ചേർന്ന് വേദയെ കാണുകയാണ്. അങ്ങനെ വേദ വന്നിറങ്ങുന്നത് നമ്മുടെ തരുണിൻ്റെ ജീപ്പ് വണ്ടിയിലാണ് വന്നിറങ്ങുന്നത്. ഇത് കാണുമ്പം നമ്മുടെ ദർശൻ പറയുന്നുണ്ട്, അത് പുതിയ DCP ആയിട്ട് ചാർജ് എടുത്ത തരുൺ അയ്യറാണെന്ന് പറയും. അയാളുടെ കൂടെ എന്താ വേദ വരാൻ കാരണം എന്ന് പറയും. രണ്ടുപേരും കൂടി വരുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്ത് മുമ്പോട്ട് വരികയാണ്. ശ്രീകാന്ത് വേദയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ സാറാണോ നിൻ്റെ സഹായത്തിന് നിൽക്കുന്നത് നോക്കും? വേണ്ട, എനിക്ക് സഹായത്തിന് പലരും കാണും. നിങ്ങൾ എന്ത് കരുതി ഞാൻ ഒറ്റപ്പെട്ടു പോയെന്നോ? നിങ്ങൾ എന്നേക്കുമായി എന്നെ ഒഴിവാക്കിയെന്നുള്ളൊരു വിചാരം നിങ്ങൾക്കുണ്ട്. നിൻ്റെ ഭർത്താവിനെ ജയിലിലാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിന്നെയും ഈ ലോകത്ത് പറഞ്ഞേക്കാൻ കഴിയുമെന്ന് പറയും. അത് വെറുതെ ശ്രീയേട്ടാ. നിങ്ങൾക്കൊരിക്കലും എന്നെ എൻ്റെ ഭർത്താവിനെയും
നശിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ എൻ്റെ കുഞ്ഞിനെ. എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റുമോ? എൻ്റെ കുഞ്ഞിനെ ഈശ്വരൻ കാത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടി. ഇനി എൻ്റെ ഭർത്താവിനെ എല്ലാ തെളിവുകളും നിങ്ങൾ അദ്ദേഹത്തിനെതിരാക്കി. എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാനതെല്ലാം തരുൺ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിക്രത്തിന് എനിക്ക് ജയിലിൽ നിന്ന് ഇറക്കാൻ കഴിയും. ഇനി ജയിലിൽ പോകുന്ന നിങ്ങളാണെന്ന് പറയും. ആ സമയത്ത് ദർശൻ ഇങ്ങനെ വേദയെ സൂക്ഷിച്ച് നോക്കുവാണ്. എൻ്റെ അച്ഛനെയാണ് അവൻ വകവരുത്തിയെന്ന് പറയും. ആ സമയത്ത് ദർശനോട് പറയും, ദർശൻ, എനിക്ക് നിങ്ങളോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. ഒരു നല്ല സുഹൃത്ത് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പലതവണ എന്നെയും വിക്രത്തെയും സഹായിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ചതിയാണെന്ന് പറയും. നിങ്ങൾ ഇയാളുടെ വാക്ക് കേട്ടിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സത്യം എന്താണ് നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങളുടെ അച്ഛനെ കൊന്നു എന്ന് പറയുന്നത് ശ്രീകാന്താണ്. ഇയാൾ പറയുന്ന കള്ളത്തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എൻ്റെ ഭർത്താവിനെ ജയിലിലാകാൻ ശ്രമിച്ചത്. അത് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല ദർശൻ. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഇയാളെ സഹായിക്കുന്നു. നാളെ സത്യം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ തന്നെ ഇയാളെ ജയിലിൽ അടയ്ക്കാനുള്ള എല്ലാ വഴിയും നോക്കുമെന്ന് പറയും. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ തരുൺ അങ്ങോട്ട് വരികയാണ്. ഓ, താനാണല്ലേ ശ്രീകാന്ത്? അതെ പറയേ, താൻ സ്വന്തം പെങ്ങളെയും പെങ്ങളുടെ കുടുംബത്തെയും നശിക്കാൻ താൻ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയും. സ്വത്തിനും പണത്തിനും വേണ്ടി സ്വന്തം പെങ്ങളെയും പെങ്ങളുടെ ഭർത്താവിനെയും കൊല്ലാൻ പോലും ശ്രമിക്കുന്ന താനൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കും. സാറേ, ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളുടെ ഭർത്താവാണ് ഈ നിൽക്കുന്ന ദർശൻ്റെ അച്ഛനെ കൊന്നത്. അതുപോലെ പല കൊലപാതക കേസിൽ അവൻ പ്രതിയാണ്. ആ സമയത്ത് ദർശൻ പറയുന്നുണ്ട്, ശരിയാ സാർ, ആ വിക്രത്തിൻ്റെ തെളിവ് സഹിതം അവനെ ജയിലിലാക്കിയത് ഞാനാണ്. അച്ഛൻ, എടോ തനിക്ക് എന്തറിയാം? താൻ ഇയാൾ പറയുന്ന വാക്ക് കേട്ടുകൊണ്ടാണ് താൻ ഇയാളെ സഹായിക്കുന്നത്. പക്ഷേ തെളിവുകളെല്ലാം താൻ ഈ പറയുന്ന ശ്രീകാന്തിനെതിരെയാണ്. ഞാൻ കേസുകളെല്ലാം അന്വേഷിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ നാളെ ഇതിൻ്റെ എല്ലാം മുന്നിൽ തെറ്റുകാരനായിട്ട് നിൽക്കുന്ന ശ്രീകാന്തായിരിക്കും. അതിനുശേഷം താൻ തന്നെ ആയിരിക്കും ഇയാളെ ജയിലിലോട്ട് പറഞ്ഞേക്കാൻ മുൻപിൽ നിൽക്കുന്നതെന്ന് പറയും. ആ സമയത്ത് ശ്രീകാന്ത് പേടിച്ച് പതറി കണക്ക് നിൽക്കും. കാരണം ദർശൻ മുമ്പിൽ നിൽക്കുന്ന കാരണം വേദയെ വെല്ലുവിളിക്കാനും ശ്രീകാന്തിന് പറ്റത്തില്ല. ആ സമയം നമ്മുടെ തരുൺ പറയും, ഞാൻ കേസെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് വിക്രത്തെ ജയിലിൽ പോയി കാണണം. അതിനുശേഷം വിക്രത്തിൻ്റെ കുറച്ച് മൊഴിയെടുക്കണം. അത് കഴിഞ്ഞായിരിക്കും ഞാൻ ശ്രീകാന്തിനെ കാണാൻ ഞാൻ വരുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് വേദയും നമ്മുടെ തരുൺ കൂടി പോകാനിറങ്ങുന്നുണ്ട്. ആ സമയം തരുൺ പറയും, ഇനി താൻ വേദയും വേദയുടെ കുഞ്ഞിനെയും അപകടപ്പെടുത്താൻ ശ്രമിച്ചാൽ വേദയ്ക്കും കുഞ്ഞിനും സംരക്ഷകനായി ഞാനുണ്ടാവും. അത് ഓർത്ത് വേണം താൻ ഇനി മുമ്പോട്ടുള്ള ഓരോ ചുവടും വെക്കാണെന്നൊരു ഭീഷണിയും കൂടി തരുൺ കൊടുത്തിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കും. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ ശ്രീകാന്ത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് തരുൺ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേദയ്ക്ക് സഹായിയായിട്ട് വരുമെന്നുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് അവിടെ സംഭവിക്കുന്നത്. ആ സമയത്ത് ദർശൻ ചോദിക്കും, എന്താ ശ്രീയേട്ടൻ അവളുടെ മുമ്പിൽ പേടിച്ചു പോയെന്ന് നോക്കും. ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ അയാൾ എങ്ങനെ അവളെ സഹായിക്കാമെന്നാണ് ഏറ്റിരിക്കുന്നത്? അയാൾ ഡൽഹിയിൽ നിന്ന് വന്ന പോലീസുകാരനാണെന്നല്ലേ പറഞ്ഞത്? അതെ, അവളും ഡൽഹിയിലായിരുന്നല്ലോ. പക്ഷേ ഇതെങ്ങനെ എന്ന് പറയും. അവർ തമ്മിൽ എങ്ങനെയാണ് കണക്റ്റായെന്നുള്ള കാര്യം മാത്രം ദർശനും ശ്രീകാന്തിനും ഒട്ടും അറിയത്തില്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ ശ്രീകാന്തിനെതിരെയുള്ള തെളിവ് ശേഖരിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മുടെ തരുൺ ശ്രമിക്കുന്നത്. അങ്ങനെ തരുൺ DCP ആയിട്ട് വിക്രം ഉള്ള ജയിലിലോട്ടാണ് വരുന്നത്. ആ സമയത്ത് വിക്രത്തിനെയും ജയിലിലോട്ട് കാണാൻ വരുന്നുണ്ട്. ഈ സമയത്താണ് വിക്രത്തിന് അവിടെ ഒരു അപകടം സംഭവിക്കുന്നത്. ഗുണ്ടാ ബൈജു എന്ന് പറഞ്ഞ ഒരാൾ വിക്രത്തിനെ അവിടെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ആൻഡ്രൂസ് എന്ന് പറയുന്ന ജയിലറാണ് ആ സമയത്ത് അയാളെ രക്ഷപ്പെടുത്തുന്നത്. ആ സമയം തന്നെ നമ്മുടെ തരുൺ അങ്ങോട്ട് വരികയാണ്. ആ ചോദിക്കും, അവിടെ ഒരു അടിപിടി നടക്കുന്ന അറിഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ തരുൺ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത്, സാർ ഇവൻ വിക്രത്തിനെ കൊല്ലാൻ നോക്കിയെന്ന് പറയും. വിക്രം സുധാകരൻ എന്ന് പറയും. ഓ, അപ്പോഴാണ് വേദയുടെ ഹസ്ബൻഡാന്നുള്ള കാര്യം തരുണിന് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ വിക്രത്തെ ഒന്ന് കാണാനും വിക്രത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയും. സാറ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ്രൂസിൻ്റെ ക്യാബിനിലോട്ട് വിളിച്ചുകൊണ്ട് പോയി എല്ലാ കാര്യങ്ങളും വിക്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിക്രം നിരപരാധിയാണ്. മുമ്പ് ഒരു തവണ അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ. അയാളുടെ അച്ഛനൊരു അധ്യാപകനായിരുന്നെന്നും അങ്ങനെ വിക്രത്തെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി മൊത്തം നമ്മുടെ തരുണിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും അയാൾ ചെയ്യാത്ത തെറ്റിനാണ് ജയിലിൽ വന്നിരിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ ആർക്കാ സാർ പറ്റാത്തതെന്നൊക്കെ പറയും. തരുൺ ആൻഡ്രൂസിനോട് ചോദിക്കുന്നുണ്ട്, വിക്രത്തിന് മുൻപും ഇതുപോലെ ജയിലിനകത്ത് വെച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഗുണ്ടാ ആക്രമണമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ പറയും, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മുൻപൊരു തവണ അവനോട് വെറുതെ ആൾക്കാർ വഴിക്കിന് പോകുന്നതാണ് കാണുന്നത്. അവനങ്ങനെ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. പക്ഷേ ഇവൻ ആദ്യമായിട്ടാണ് വിക്രത്തിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ആരാണെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? എൻ്റെ ബലമായ സംശയം വിക്രത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ ശ്രീകാന്താണ്. അവനാണ് വിക്രത്തിനെതിരെ എല്ലാ കള്ളത്തെളിവുകളും നിരത്തി വിക്രം ജയിലിലാവാൻ കാരണം. അതുപോലെ ഇപ്പം ഈ അപകടം ഉണ്ടാക്കിയ ഈ ബൈജു എന്ന് പറയുന്ന ഇവൻ മുൻപ് വിക്രത്തിനെ അപകടപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, അവൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇതിന് മുൻപൊന്നും. പക്ഷേ അവനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറയും. അങ്ങനെ തരുണും ആൻഡ്രൂസും കൂടി ചേർന്നാണ് ഗുണ്ടാ ബൈജുവിനെ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചോദിക്കും, നീ ആരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് വിക്രത്തിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറയും. സാറേ, ഞാൻ ആരുടെ കൊട്ടേഷനൊന്നും ഏറ്റെടുത്തിട്ടില്ല. ഞാൻ
എനിക്ക് അവനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന് പറയും. എന്തടിസ്ഥാനത്തിലാണ് നിനക്ക് അവനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായെന്ന് ചോദിക്കും. അത് കുറച്ച് നാൾ ഇവൻ ഗുണ്ടയായിട്ടൊക്കെ നടന്നതാണല്ലോ, അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ 2 പാർട്ടിയുടെ പ്രവർത്തകരായിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ്, അല്ലാതെ എനിക്കാരും കൊട്ടേഷനും തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നീ സത്യമാണോ പറഞ്ഞത്? അതേ സത്യമാണെന്ന് പറയും. പക്ഷേ അത് ആൻഡ്രൂസിനും തരുണിനും അത്ര വിശ്വാസമായിരുന്നില്ല. ശ്രീകാന്താണ് അവനെ പൈസ കൊടുത്ത് ജയിലിൽ വെച്ച് തന്നെ വിക്രത്തിനെ കൊല്ലണമെന്നുള്ളൊരു പദ്ധതി തയ്യാറാക്കുന്നത്. പക്ഷേ അത് തരുണിനോടും ആൻഡ്രൂസിനോടും പറയത്തില്ല. അതിനുശേഷം വിക്രത്തിനെ ആ സമയത്തും ആൻഡ്രൂസ് രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തരുൺ വിക്രത്തിനോട് നേരിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ വിവരം വീട്ടിൽ വന്ന് വേദയോട് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കാണിക്കുന്ന ശ്രീകാന്തിൻ്റെ കമ്പനിയാണ് കാണിക്കുന്നത്. ആ സമയത്ത് കമ്പനിയിൽ ചെറിയ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. കമ്പനിയുടെ മൊത്തം അവകാശവും തനിക്കാണ്, മറ്റാർക്കും ഈ കമ്പനിയിൽ യാതൊരു അവകാശവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഉള്ള രീതിയിലാണ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ വേദ അങ്ങോട്ട് വരുന്നത്. വേദ അങ്ങോട്ട് വരുമ്പം ശ്രീകാന്തും കുറച്ച് ആൾക്കാരും കൂടി ഇരുന്നവിടെ മീറ്റിങ്ങൊക്കെ നടത്തുകയാണ്. ആ സമയത്ത് വേദ അങ്ങോട്ട് വരുന്ന സമയത്ത് അവർ ചോദിക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ഞാൻ ആരാണെന്നുള്ളത് ഈ നിൽക്കുന്ന ശ്രീകാന്തിന് വ്യക്തമായിട്ട് അറിയാമെന്ന് പറയും. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. ഞാൻ എന്തിനാ വന്നത് നിങ്ങൾക്കറിയത്തില്ലേ? ഞാനിങ്ങോട്ട് വന്നത് എൻ്റെ പേരിലുള്ള സ്ഥാപനമാണ് ഈ കാണുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ഞാനാണെന്ന് പറയും. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും എഴുന്നേൽക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ ഉടമ? അതെ, എൻ്റെ പേര് വേദ ശങ്കരനാരായണൻ. ഈ കമ്പനിയുടെ നടത്തിപ്പ് അവകാശം മുഴുവൻ എനിക്കാണ്. എൻ്റെ പേരിലുള്ള കമ്പനിയാണിത്. ഈ നിൽക്കുന്ന ശ്രീകാന്ത് ഇതിൻ്റെ ഒരു നോട്ടക്കാരൻ മാത്രമാണ്, ഒരു ജോലിക്കാരൻ. അല്ലാതെ ഈ കമ്പനിയിൽ എന്ത് പ്രവർത്തനങ്ങൾ നടക്കണം, എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണെന്ന് പറയും. ഇതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതം വേദ അതെല്ലാം കാണിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ശ്രീകാന്ത് ചോദിക്കും, നീ മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ടല്ലേ? അതെ, അപമാനിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. ഈ കാണുന്ന എല്ലാ സ്വത്തിൻ്റെ അവകാശം ഞാനും നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ച എൻ്റെ കുഞ്ഞും എൻ്റെ ഭർത്താവുമാണ്. അല്ലാതെ ഒരിക്കലും ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതി നിങ്ങൾ മോഹിക്കേണ്ടെന്ന് പറയും. ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വേദ ശങ്കരനാരായണൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് നമ്മുടെ ശ്രീകാന്തിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശങ്കരനാരായണൻ കൂടുണ്ട്. മോളെയും കൊണ്ടുവന്ന് കളത്തിലിറക്കിയിട്ട് എന്നെ അങ്ങ് വെല്ലുവിളിക്കാമെന്നായിരിക്കും നിങ്ങളുടെ വിചാരം. നീ എന്ത് കരുതി? ഇത്രയും നാൾ ഇവിടെ ഒളിച്ചിരുന്നിട്ട് ഇതെല്ലാം നിനക്ക് പിടിച്ച് നിനക്ക് കൈവശപ്പെടുത്തിയെടുക്കാമെന്നോ? നീ അതിനു വേണ്ടി അല്ലയോ എൻ്റെ മോളുടെ ജീവിതം ഈ വിധമാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശങ്കരനാരായണനും ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം നാണം കെട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇതിനെല്ലാം പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും. എൻ്റെ പേര് ശ്രീകാന്ത് എന്നാണെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നൊരു ദിവസം ഉണ്ടായിരിക്കുമെന്ന് പറയും. ഞാൻ കരഞ്ഞുകൊണ്ടാണോ പോകുന്നതെന്ന് നമുക്ക് കാണാം. ഇപ്പം നിങ്ങളാ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേദ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇത് രണ്ടും ശ്രീകാന്തിന് ഏറ്റവും ഒരു നല്ല തിരിച്ചടിയാണ്. അങ്ങനെ ശ്രീകാന്ത് മുഴുനീളയിരുന്നങ്ങ് മദ്യപിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ദർശൻ അങ്ങോട്ട് വരും. ദർശൻ്റെ അടുത്ത് പറയും, അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. ആ DCPയും കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചു. അതിനുശേഷം അവൾ കമ്പനിയിൽ വന്ന് അധികാരം പിടിച്ചെടുത്തു. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ദർശൻ എന്ന് പറയും. അവനെയും തീർക്കണം, അവനെ ജയിലിലിട്ടും അവളെ പുറത്തിട്ടും ഇല്ലാതാക്കണം, എങ്കിലേ എൻ്റെ പ്രതികാരം അടങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ശരി ശ്രീയേട്ടാ, എനിക്കറിയാവുന്ന ഒരാളുണ്ട് ജയിലിൽ, അതുകൊണ്ട് തന്നെ ഞാൻ ചില കേസിൽ നിന്നൊക്കെ അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് അവനെ പുറത്തിറക്കാമെന്ന് പറയും. നമ്മുടെ ശ്രീകാന്ത് പറയുന്ന എല്ലാ കള്ളക്കഥയും ദർശനം വിശ്വസിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും നാളും കൂടെ നിന്നും സഹായിച്ച വേദയും വേദയുടെ ഭർത്താവ് വിക്രവും തൻ്റെ അച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു ദേഷ്യമാണ് ശ്രീകാന്തിനോട് ചായ വരാനുള്ള കാരണം. അങ്ങനെ അവർ രണ്ടുപേരും ഒത്തുചേർന്ന് നമ്മുടെ വേദയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ഇവരറിയാതെ തന്നെ വേദയും തരുണും കൂടി ചേർന്ന് ശ്രീകാന്തിനെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കുകയാണ്. അങ്ങനെ അവസാനം ഈ പുറത്ത് നമ്മുടെ വിക്രത്തിനെ കൊല്ലാൻ ശ്രമിച്ച ഈ ഗുണ്ടാ ബൈജുവിനെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്യലിനകത്തുനിന്ന് തന്നെ ഗുണ്ടാ ബൈജുവിന് ഈ എന്താണ് വിക്രത്തിനോട് ഇങ്ങനൊരു പക തോന്നാനുള്ള കാരണം, അതിൽ നിന്ന് തന്നെ ചെറിയൊരു തെളിവ് കിട്ടുന്നുണ്ട്. അങ്ങനെ SI സാബു വഴിയും വിക്രത്തിനോട് ദേഷ്യം തോന്നാനുള്ളൊരു കാരണം പറയുന്നുണ്ട്. അങ്ങനെ SI സാബുവിനെ കുറിച്ചും വേദയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാവുന്നുണ്ട് SI സാബുവാണ് ശ്രീകാന്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തെന്നുള്ളത്. അങ്ങനെ SI സാബുവിനെ കാണാനായിട്ട് തരുൺ അവിടെ ചെല്ലുകയാണ്. അങ്ങനെ സാബുവിന് മനസ്സിലാവുന്നുണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയാണ് വരുന്നതെന്ന്. കാരണം സാബുവാണ് നമ്മുടെ പുളിക്കനെ കൊല്ലുന്നത്. അങ്ങനെ ആ കൊല്ലുന്ന സമയത്ത് കൊല്ലാൻ വേണ്ടി നിയോഗിച്ചത്, പുളിക്കനെ കൊല്ലാൻ വേണ്ടി ശ്രീകാന്ത് നിയോഗിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ SI സാബു. അങ്ങനെ ആ സമയത്ത് പുളിക്കൻ്റെ മരണശേഷം SI സാബുവിൻ്റെ അക്കൗണ്ടിലോട്ട് 15 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതും തെളിവ് സഹിതം തരുണിന് കിട്ടുകയാണ്. അങ്ങനെ അതും കൂടി വെക്കുമ്പോൾ തന്നെ സാബുവിന് ഏകദേശം കാര്യം തീരുമാനമാവും. അങ്ങനെ സാബുവിൻ്റെ പേരിലുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ തരുൺ ഇടിക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് തന്നെ ആ കേസ് പിന്നെയും കറങ്ങി തിരിഞ്ഞ് ശ്രീകാന്തിലോട് ചെല്ലുകയാണ്. അങ്ങനെ മനസ്സിലാവുന്നുണ്ട് പുളിക്കൻ്റെ മരണത്തിനും വരുണിൻ്റെ മരണത്തിനും അനിയൻകുട്ടൻ്റെ മരണത്തിനും എല്ലാം
കാരണക്കാരൻ നമ്മുടെ ശ്രീകാന്താന്നുള്ളത്. അങ്ങനെ തെളിവുകളെല്ലാം ശ്രീകാന്തിന് പ്രതികൂലമായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ശ്രീകാന്തിനെ തരുൺ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ കോടതി കൊണ്ടുവരും. കോടതി കൊണ്ടുവരുന്ന സമയത്ത് ശ്രീകാന്തിനെ അനുകൂലമായി വാദിക്കാൻ നിൽക്കുന്നത് നമ്മുടെ ദർശനാണ്. ആ സമയത്ത് ചന്ദ്രശേഖരൻ്റെ മരണത്തെക്കുറിച്ചാണ് അവിടെ തെളിവ് സഹിതം നിർത്തുന്നത്. ചന്ദ്രശേഖരനെ ഇടുക്കി രാജാക്കാട് വെച്ച് ചന്ദ്രശേഖരനെ കൊല്ലുന്നത് നമ്മുടെ ശ്രീകാന്താണെന്നുള്ള വിവരം, അവിടെ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു സത്യം അവിടെ വെച്ചാണ് നമ്മുടെ വേദയും തരുണും പറയുന്നത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ ശ്രീകാന്തിനോട് നമ്മുടെ ദർശന് ദേഷ്യം ഉണ്ടാവുകയാണ്. ഇത്രയും കാലം നിങ്ങളെന്നെ ചതിച്ചില്ലേ, നിങ്ങളെ വിശ്വസിച്ച് ഞാൻ എല്ലാ തെറ്റുകളും ചെയ്തു, എൻ്റെ അച്ഛനെ കൊന്നിട്ട് നിങ്ങൾ തന്നെ എന്നെക്കൊണ്ട് വിക്രത്തിനെ ജയിലടയ്ക്കാനുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് എന്നെക്കൊണ്ട് തന്നെ അവനെ ജയിലടപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനോട് അങ്ങ് നല്ല ദേഷ്യം തോന്നുകയാണ്. അതിനുശേഷം നമ്മുടെ ദർശനും ശ്രീകാന്തിനെതിരെ ആവുകയാണ്. അങ്ങനെ വേദയും തരുണും കൂടി ചേർന്ന് ദർശനും എല്ലാവരും ചേർന്ന് നമ്മുടെ ശ്രീകാന്തിന് എതിരെ ആവുകയാണ്. അങ്ങനെ വാക്ക് തന്നെ തരുൺ വേദയ്ക്ക് കൊടുത്ത വാക്ക് അവിടെ പാലിക്കുകയാണ്. തെളിവുകളെല്ലാം ശ്രീകാന്തിന് എതിരെയായി കേസ് കോടതിയിലെത്തുകയാണ്. അങ്ങനെ വിക്രത്തിനെ പുറത്തിറക്കുകയും ചെയ്തു പോയ എല്ലാ തെറ്റിനും ശ്രീകാന്തിന് ശിക്ഷ മേടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജയിലിൽ നിന്ന് വിക്രം പുറത്തിറങ്ങുകയും വേദയും വിക്രവും കുഞ്ഞുമായിട്ട് ഒരുമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പവിത്രം സീസൺ 2 വരാൻ പോകുന്ന അപ്കമിങ് റിവ്യൂ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.